സ്നേഹം ബലിതൻ വിരുന്നായി തീരാൻ അൾത്താരവേദിയൊരുങ്ങി. ദൈവസ്നേഹം ബലിതൻ വിരുന്നായി തീരാൻ അൾത്താരവേദിയൊരുങ്ങി. മഹാവിരുന്നിൻ സമയമിതാ, വരുവിൻ സോദരരേ. മഹാവിരുന്നിൻ സമയമിതാ, വരുവിൻ സോദരരേ. ഒരുമയോടണി ചേർന്നു ബലിയായി തീരാം, സ്നേഹം ബലിതൻ വിരുന്നായി തീരാൻ അൾത്താരവേദി ഒരുങ്ങി. ആനന്ദ കീർത്തനമൊന്നായി പാടാം, ജീവിതം നന്ദിയായി നൽകാം. ആനന്ദ കീർത്തനമൊന്നായി പാടാം, ജീവിതം നന്ദിയായി നൽകാം. ഹൃദയം നിർമ്മലമാക്കാം, ജീവിതം സുവിശേഷ ഭാഗമാക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ നമ്മൾ ഇന്ന് ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് കളത്തിൽ അഗസ്റ്റിൻ, മാളിയക്കൽ യാഷിൻ, പുതുശ്ശേരി പൈലി, റോസ തോമസ് ആത്മക്കാർക്ക്, പടമാട്ടുമ്മൽ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയവർക്കായിട്ട് കൂടിയത്ത് ഫ്രാൻസിസ് മേരി, വാഴക്കുട്ടത്തിൽ ജോസ് അന്ന. നമുക്കിവരെ സമർപ്പിച്ച ദൈവമേ ഇവർക്ക് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് റീത്ത ആൻ്റണി രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥന സഹായം തേടുന്നു. ജന്മദിനം ആചരിക്കുന്ന, ഏറെ പ്രത്യേകിച്ച് ഷഷ്ടിപൂർത്തി ആചരിക്കുന്ന ലില്ലി ക്ലീറ്റസിന് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ സഹോദരിയോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഏറെ പ്രത്യേകിച്ച് തപസ് കാലത്ത് നമ്മൾ ഓർക്കേണ്ടതായ ഒരു പുണ്യത്തെക്കുറിച്ചാണ്. നമ്മളിന്നും നന്മ ചെയ്യുവാനായിട്ട്, മറന്നു പോകാതിരിക്കുവാനായിട്ട്, തിന്മ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റുപറയാറുണ്ട്. പക്ഷേ ഉപേക്ഷ എന്ന പാപം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അറിയാതെ തന്നെ വന്നു പോകാറുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതത്തിൽ ധനവാൻ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ ദാരിദ്ര്യത്തിലാകപ്പെട്ട കഷ്ടപ്പെടുന്ന ലാസറിനെ കാണാതെ പോകുന്നു. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ പാവപ്പെട്ടവനെ മറക്കാതിരിക്കുക എന്ന വാചകം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസം പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ധന്യമായ നിമിഷങ്ങളുണ്ടാകുമ്പോഴും സങ്കടപ്പെടുന്നവരെയും രോഗികളായവരെയും പീഡിതരെയും മറന്നു പോകാതിരിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ദിവ്യയാഗം ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് അവിടത്തോട് മാപ്പ് മോചനവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കതയുടെ പുനഃസ്ഥാപകനും സ്നേഹിതനുമായ ദൈവമേ, അങ്ങേ മക്കളുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കണമേ. അങ്ങനെ അങ്ങേ ആത്മാവിന്റെ ശക്തി ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും പ്രവൃത്തിയിൽ ഫലസിദ്ധിയുള്ളവരുമാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഘൃതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു സ്ഥലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കുവാൻ കഴിയുക? കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാന്മാർ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പരത്തുന്ന പതിര് പോലെയാണ്. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും.
സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പതിനാറാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുൾ ചെയ്തു, ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചു അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്ക് മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. വിശേഷപ്പെട്ട നമ്മുടെ പാപം നീക്കം ചെയ്യുമാറാകട്ടെ. ജീവിതകാലത്ത് സുഖസമൃദ്ധിയിലായിരിക്കുമ്പോൾ മറന്നുപോയ മനുഷ്യൻ യാതനയും കഷ്ടപ്പാടും ദുരിതങ്ങളും വരുമ്പോൾ ഓർക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതാണ് നമ്മളിന്ന് കണ്ടത്. ഇതിനാൽ ഉപേക്ഷ എന്ന ആ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനായിട്ട് നമ്മുടെ അവരിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കാണുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളുടെ നയനങ്ങളും തുറക്കണമേ എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ താലവും ഈ പൂക്കളും തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധേ കാഴ്ചയണയ്ക്കുന്നു ഞങ്ങൾ. ഈ താലവും ഈ പൂക്കളും തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധേ
കാഴ്ചയണയ്ക്കുന്നു ഞങ്ങൾ. ബലിവേദിയിൽ തിരുയാഗമായി തിരുമേനി മുറിയുന്ന നേരങ്ങളിൽ, ബലിവേദിയിൽ തിരുയാഗമായി തിരുമേനി മുറിയുന്ന നേരങ്ങളിൽ, എൻ ജീവനും നൈവേദ്യമായി കാഴ്ചവയ്ക്കുന്നു ഞാൻ സ്നേഹതാത. ഈ താലവും ഈ പൂക്കളും തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും, ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും, അർച്ചനയായി തിരുസന്നിധേ കാഴ്ചയണയ്ക്കുന്നു ഞങ്ങൾ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഈ ബലി വഴി ഞങ്ങളുടെ അനുഷ്ഠാനം വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തപസ്സുകാല അനുഷ്ഠാനം ബാഹ്യമായി പ്രഖ്യാപിക്കുന്നത് ആന്തരികമായി ഫലമുളവാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി, അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കുമല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോലേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോലേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങ് എന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്ക് എന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ചവസ്തുക്കളായി അപ്പവും പിഞ്ഞും പവിത്രീകരിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേന്നാൾ അന്ത്യ അത്താഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം ആ സായനൽ തൻ്റെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങേ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കും അനേകർക്കും വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണം വഴി അങ്ങ് ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലത്തുഭാഗത്തിരുത്തുകയും ചെയ്ത അവിടുത്തെ അനുസ്മരിച്ച് അങ്ങേ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നത് വരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവൻ്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ ഈ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങിടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപദേശനായ ജോസഫ് മെത്രാനോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും ഡിക്കന്മാരോടുമൊപ്പം അങ്ങ് നേടിയെടുത്ത സകല ജനത്തോടുമൊത്ത് അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും പൂർണ്ണമാക്കുവാൻ കനിയണമേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ നയനങ്ങൾ തുറക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വാക്കാലും പ്രവൃത്തിയാലും സാന്ത്വനമേകുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ മാതൃകയും കൽപ്പനയും അനുസരിച്ച് അവരെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകല മനുഷ്യരും നവമായ പ്രത്യാശയാൽ പ്രചോദിതരാകുവാൻ തക്കവിധം അങ്ങേ സഭ സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും സജീവ സാക്ഷ്യമായി നിലനിൽക്കട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിന്ന് പ്രാപിച്ച ഞങ്ങളുടെ സഹോദരങ്ങളെയും മൃതിയടഞ്ഞ സകലരെയും ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അങ്ങേ മുഖി ദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അവരെ അനുവദിക്കുകയും ഉത്ഥാനത്തിൽ അവർക്ക് ജീവൻ്റെ പൂർണ്ണിമ നൽകുകയും ചെയ്യണമേ. ഇഹലോക തീർത്ഥാടനത്തിന് ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടെ നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്ന് ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളെയും പങ്കുചേർക്കണമേ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാകാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. സമീകുവാൻ കനിയും ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായി വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ദൈവമാണീ തിരു ഓസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവമാണീ തിരു ഓസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എൻ ഈശോ വരേണമേ ഉള്ളിൽ. വിശ്വാസമോടെ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. വിശ്വാസമോടെ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമാ സൗഖ്യവും നൽകിടുമേ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമാ സൗഖ്യവും നൽകിടുമേ.
ഉള്ളിൽ എൻ ഈശോ വരേണമേ ഉള്ളിൽ ഈശോ വരേണമേ ഉള്ളിൽ എൻ ഈശോ വരേണമേ ഉള്ളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ബലികൾ ഞങ്ങൾ സ്ഥിരതയോടെ ഫലദായകമായി നിലനിൽക്കുകയും പ്രവർത്തനത്താൽ കൂടുതൽ ദൃഢമാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനുള്ളവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസത്തെ സന്ദേശം. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ അവയൊക്കെ മനസ്സിലാക്കുവാനും അവയൊക്കെ കാണുവാനുമുള്ള ഒരു ഹൃദയത്തിനുള്ള ഒരു തുറവിയും നയനങ്ങൾക്കുള്ള കാഴ്ചയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് ഈ തപസ് കാലത്ത് കൂടുതൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മദിനം ആചരിക്കുന്ന ലില്ലി ക്ലീറ്റസിന് ജന്മദിനത്തിൻ്റെ ഷഷ്ടിപൂർത്തിയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ജപം. ദാവീദ് രാജവംശജനായ മാർയോസേപ്പേ, അങ്ങ് ഇസ്രായേലിൻ്റെ പ്രശസ്ത സൂനമാണ്, അഭിമാനപാത്രവും അത്രേ. ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങേ പ്രത്യേകമായ വിധമായി തിരഞ്ഞെടുത്ത് അനേകം അനുഗ്രഹങ്ങളാൽ അലങ്കരിച്ചിരിക്കുമെന്നാലും മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവേ, അങ്ങേ വത്സരമക്കളായി ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. ഞങ്ങൾ ഉത്തമരായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണിദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമപുത്രരുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. സുഹൃത ജപം. ദാവീദിൻ്റെ പുത്രനായ മാർയോസേപ്പേ, തിരുസഭയുടെ ഉത്തമപുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിന്റെ പുത്രനായ മാർയോസേപ്പേ, തിരുസഭയുടെ ഉത്തമപുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിന്റെ പുത്രനായ മാർയോസേപ്പേ, തിരുസഭയുടെ ഉത്തമപുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, കർത്താവേ, അങ്ങേ കൃപയുടെ സഹായത്തിനാക്കിയാണ് അപേക്ഷിക്കുന്ന അങ്ങേ മക്കളോട് വസിക്കണമേ. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിന് സഹായവും മാർഗനിർദ്ദേശവും ഈ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കേൾക്കുന്നു പാടിടാം മേരീതൻ സ്തോത്രം. ആവേ 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 മരിയ, ആവേ 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 മരിയ. മാമക ഹൃത്തിന നിൻ സ്വന്തം